എറണാകുളം വടക്കൻ പറവൂരിൽ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. 2 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ചേരുകയാണ്. ഷീന, ഈ ഉദ്യോഗസ്ഥരുടെ പരിക്ക് ഗുരുതരമാണോ? ഇവർ ആക്രമിച്ച ആളുകളെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, ഇന്നലെ വടക്കൻ പറവൂരിൽ വലിയ പറമ്പിൽ മൈക്കിൾ എന്നയാളുടെ അടുത്ത് കഞ്ചാവുണ്ട്, അയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തുന്നത്. രഹസ്യമായായിരുന്നു പരിശോധനയ്ക്കായി ഇവർ എക്സൈസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതെങ്കിലും ഇവരെ കണ്ടുമുട്ടിയപ്പോൾ ഇവർ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരെ കണ്ടുമുട്ടുന്നത്. ഇവർ പിന്നീട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ടതും പെട്ടെന്ന് ബൈക്ക് ചേസ് ചെയ്തു പോവുകയും ആ ബൈക്ക് ചേസ് ചെയ്ത് പോകുന്നതോടുകൂടി തന്നെ ബൈക്കിന്റെ ഹാൻഡിൽ വഴി ഈ ഉദ്യോഗസ്ഥരെ തള്ളിയിടുകയുമായിരുന്നു ചെയ്തത്. ഉദ്യോഗസ്ഥരുടെ കൈക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ നേരെ ഈ ബൈക്കിലുണ്ടായിരുന്ന ലഹരി സംഘം നേരെ ഒരു വീട്ടിലേക്ക് കയറുകയും ആ വീട്ടിൽ ബൈക്ക് ഉപേക്ഷിക്കുകയും തുടർന്ന് ചതിപ്പിലൂടെ രക്ഷപ്പെടുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ബൈക്ക് മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാനായിട്ടുള്ളത്. ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഈ ലഹരി സംഘങ്ങളുടെ ആക്രമണം ഇങ്ങനെ കൊച്ചിയിൽ പതിവാകുന്ന ഒരു കാഴ്ചയാണ്. എവിടെ നോക്കിയാലും ലഹരി സംഘങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നു, അക്രമമുണ്ടാക്കുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ പോലീസുകാർക്കും എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഒന്നും ഒരു തരത്തിലും രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കൊച്ചിയിലുള്ളത്. ലക്ഷ്മി പത്മ, കൊച്ചിയിൽ ലഹരി സംഘങ്ങളുടെ അതിക്രമങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.